ഇനി മാർക്കറ്റ് വ്യൂവുമായി ക്രിസ്റ്റീന ചെറിയ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ബജറ്റ് കാത്തിരിക്കുന്ന നിക്ഷേപകർ ജാഗ്രതയിലെന്ന് സൂചിപ്പിച്ച് വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 803 പോയിന്റ് കുറഞ്ഞു. ലാഭമെടുപ്പ് വ്യാപാരം സജീവമായത് തിരിച്ചടിയായി. വിൽപ്പന സമ്മർദ്ദം നേരിട്ടത് ഫൈനാൻഷ്യൽ, FMCG, ഫാർമ ഓഹരികൾക്ക്. 7 വർഷങ്ങൾക്ക് ശേഷം മാരുതി സുസുക്കിയെ പിന്തള്ളി ടാറ്റ മോട്ടോഴ്സ് ഏറ്റവും മൂല്യമുള്ള ഓട്ടോ കമ്പനിയായി. ഗുണനിലവാര പരിശോധനയ്ക്ക് ശേഷം 2 ലക്ഷം ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി മീഷോ. തീരുമാനം ഉപഭോക്തൃ അവലോകനം, റേറ്റിംഗ്, ഫീഡ്ബാക്ക് എന്നിവയുടെ അടിസ്ഥാനത്തിൽ 6 മാസത്തിനുള്ളിൽ കുറഞ്ഞ റേറ്റിംഗ് ഉള്ള ഇനങ്ങളുടെ ദൃശ്യപരത കുറയ്ക്കുമെന്നും മീഷോ. ഗുണനിലവാര പരിശോധനകൾക്കായി AI സഹായം ഉറപ്പാക്കാൻ നിക്ഷേപം നടത്താനും നീക്കം. 2 പതിറ്റാണ്ടിന് ശേഷം കുടിയേറ്റ നയത്തിൽ സുപ്രധാന മാറ്റവുമായി അമേരിക്ക. ഇന്ത്യൻ പൗരന്മാർ ഉൾപ്പെടെയുള്ള H-1B വിസക്കാർക്ക് US-ൽ നിന്ന് പുറത്തു പോകാതെ തന്നെ വിസ പുതുക്കൽ അപേക്ഷ നൽകാം. യോഗ്യരായ 20,000 കുടിയേറ്റേതര തൊഴിലാളികൾക്ക് H-1B വിസകൾ ആഭ്യന്തരമായി പുതുക്കാം. വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ 2ാം നരേന്ദ്രമോദി സർക്കാർ ചെലവഴിച്ചത് കുറഞ്ഞ തുകയെന്ന് റിപ്പോർട്ട്. പലിശ നൽകാനും പ്രധാന സബ്സിഡികൾക്കും നൽകിയത് മൊത്തം ചെലവിന്റെ 1/3. അതിർത്തി സുരക്ഷയ്ക്കും ക്രമസമാധാന പാലനത്തിനും 12% അധിക തുക അനുവദിച്ചെന്നും കണക്കുകൾ. കഴിഞ്ഞ 2 സാമ്പത്തിക വർഷം ആരോഗ്യ മേഖലയ്ക്കുള്ള ചെലവ് മൊത്തം ചെലവിന്റെ 2% താഴെയായി കുറഞ്ഞു. ഓപ്റ്റിക്കൽ ചിപ്പ് വികസിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയ്ക്ക് $300 മില്യൺ നീക്കിവെക്കാൻ ജപ്പാൻ. സെമി കണ്ടക്ടർ വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ജാപ്പനീസ് വ്യവസായ മന്ത്രാലയം. നീക്കം ചിപ്പ് വ്യവസായത്തിൽ ജപ്പാന്റെ മുൻതൂക്കം നിലനിർത്താൻ. വർക്ക് ഫ്രം ഹോം അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ ജോലി ചെയ്യുന്ന മാനേജർമാർക്ക് അന്ത്യശാസനം നൽകിയ IBM. എത്രയും വേഗം ഓഫീസ് ജോലികളിൽ എത്താനാകാത്തവർ ജോലി വിടണമെന്ന് മുന്നറിയിപ്പ്. കുറഞ്ഞത് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഓഫീസിലെത്തി ജോലി ചെയ്യണമെന്ന് എല്ലാ US മാനേജർമാരോടും കമ്പനി. ഫെബ്രുവരി 1 അഥവാ വ്യാഴാഴ്ച ഇടക്കാല ബജറ്റാണ്. ഇടക്കാല ബജറ്റും ജനകീയമാക്കാനാണ് ധനമന്ത്രി ലക്ഷ്യമിടുന്നതെന്നാണ് അറിയുന്നത്. വോട്ട് ലക്ഷ്യമിട്ടുള്ള നടപടികളുണ്ടാകും. കർഷകർക്കും സ്ത്രീകൾക്കും പരിഗണനയുണ്ടാകും ബജറ്റിൽ എന്ന വാർത്തയും വരുന്നുണ്ട്. വനിതാ കർഷകർക്ക് നൽകുന്ന PM കിസാൻ സമ്മാൻ നിധി അതിന്റെ ആനുകൂല്യം ഇരട്ടിയായേക്കും. ഇപ്പോൾ 6,000 രൂപയാണ് നൽകുന്നത്. ഇരട്ടി എന്ന് പറയുമ്പോൾ വനിതാ കർഷകർക്ക് അത് 12,000 രൂപയാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക കാര്യം സംഭവിക്കുന്നു. വിഴിഞ്ഞത്ത് 26,000 കോടിയുടെ വമ്പൻ ഹൈഡ്രജൻ പ്ലാന്റ് വരുന്നുണ്ട്. നേരിട്ട് 5,000 പേർക്കും പരോക്ഷമായി 18,000 പേർക്കും ജോലി നൽകാൻ ഈ ഹൈഡ്രജൻ പ്ലാന്റിന് സാധിക്കും എന്നാണ് പറയുന്നത്. റിന്യൂ കമ്പനിയാണ് ഈ പ്ലാന്റ് തുടങ്ങുന്നത്. റിന്യൂവബിൾ എനർജി റിസോഴ്സ് കമ്പനിയാണ് റിന്യൂ കമ്പനി. പ്രതിവർഷം 220 കിലോ ടൺ ശേഷിയാണ് ഈ വിഴിഞ്ഞത്ത് സ്ഥാപിക്കാൻ പോകുന്ന ഹൈഡ്രജൻ പ്ലാന്റിനുള്ളത്. ഇനി നമ്മൾ ഓഹരി വിപണികളിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇന്ന് വ്യാപാരം നഷ്ടത്തിലാണ് അവസാനിച്ചത്. നിഫ്റ്റി അഥവാ ദേശീയ ഓഹരി വിപണി 21,522 ക്ലോസിംഗ്. 215 പോയിന്റ് കുറഞ്ഞായിരുന്നു ഇന്നത്തെ ക്ലോസിംഗ്. നിഫ്റ്റി ബാങ്ക് സെക്ടറും ഫൈനാൻഷ്യൽ സർവീസ് സെക്ടറും നഷ്ടത്തിലായിരുന്നു ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 801 പോയിന്റ് ഇടിഞ്ഞ് 71,139 എന്ന നിലയിലാണ് സെൻസെക്സ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്, ശ്രീ പ്രിൻസ് ജോർജ് ആണ്, MD DBFS. ഗുഡ് ഈവനിങ് ശ്രീ പ്രിൻസ് ജോർജ്. നമ്മൾ കഴിഞ്ഞ ദിവസം വലിയൊരു ഹൈപ്പാണ് മാർക്കറ്റിൽ കണ്ടത്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ മാറിയിട്ട് വിപണി ഒരു ചാഞ്ചാട്ടത്തിൽ തുടങ്ങുന്നു. അതിനുശേഷം ഒരു 800 പോയിന്റ് താഴ്ന്നാണ് സെൻസെക്സ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ നിക്ഷേപകരെ ട്രിഗർ ചെയ്യുന്ന എന്തൊക്കെയോ ഫാക്ടറുകളുണ്ട്. എന്തോ ജാഗ്രത വേണം എന്നവർക്കൊരു മുന്നറിയിപ്പ് നൽകുന്ന എന്തോ ഫാക്ടർ മാർക്കറ്റിലുണ്ടോ? അങ്ങനെയല്ല. ഇത് സാധാരണ രീതിയിൽ ഒരു ബജറ്റ് പോലത്തെ ഇവന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണ്. നമ്മളൊരു വലിയ ഫുഡ് കഴിച്ചിട്ട് അത് ഡൈജസ്റ്റ് ചെയ്യാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞ പോലെ ആളുകൾക്കൊരു അൺഈസിനെസ് ഉണ്ട്. അതായത് ഈ ബജറ്റിൽ എന്തായിരിക്കും വരിക. ഞാൻ ആളുകളെന്ന് ഉദ്ദേശിച്ചത് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായിട്ട് ബജറ്റിന് ശേഷം മാർക്കറ്റ് കയറുമോ ഇറങ്ങുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു ബൈയിങ് ട്രെൻഡ് കണ്ടപ്പോൾ എല്ലാവരും ബയേഴ്സായിട്ട് മാറി വലിയ തോതിലുള്ള കയറ്റം ഉണ്ടായി. ഇന്നലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു വൈകിട്ട് ഇന്നലത്തെ പോലത്തെ ഒരു കയറ്റം ഇന്ന് ഉണ്ടാകത്തില്ല, ചിലപ്പോൾ കുറച്ച് കറക്ഷനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത്. ആ രീതിയിലാണ് ഇന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തത്. ഇന്നലത്തെയും ഇന്നത്തെയും ട്രേഡിംഗ് വെച്ചിട്ട് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ട കാര്യമില്ല.
കാര്യം 2 മേജർ ഇവൻറ്റ്സ്, ഒന്ന് ഇൻട്രീം ബജറ്റും ഒന്ന് FOMCയുടെ ഡിസിഷൻ, ഫെഡറൽ റിസർവിൻ്റെ ഡിസിഷനും, ഇത് രണ്ടും ഇന്നും നാളെയുമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് രണ്ടും മാർക്കറ്റ് മൂവിങ് ഇവൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു ചെറിയ നെർവസ്നെസ് ഒക്കെ ഉണ്ടെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇൻട്രീം ബജറ്റിലേക്ക് വരികയാണെങ്കിൽ, ഇൻട്രീം ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ട് ആണ്. അത് ഒരു പരിധി കൂടുതൽ വലിയ പ്രപ്പോസൽസ് ഒന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. മാർക്കറ്റിന് സാധാരണ ബജറ്റിലുള്ള അത്ര ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വലിയ തോതിൽ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബജറ്റിന് ശേഷം. എങ്കിലും ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഒരു ചെറിയ തരത്തിലുള്ളൊരു യുഫോറിക് മൂവ്മെൻറ്റ് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം ക്രിസ്റ്റീന പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കാതെ, ഒരു വാല്യുവേഷൻ നോക്കാതെ ചില ആളുകൾ പ്രത്യേകിച്ചും മിഡ് ക്യാപ്പ് ഓഹരികളൊക്കെ വാങ്ങിക്കൂട്ടുന്നതിനെ പറ്റി ചില കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇന്ത്യയുടെ ലോങ് ടേം ഔട്ട്ലുക്ക് വളരെ നല്ലതാണെങ്കിലും വളരെ ഷോർട്ട് ടൈം ബേസിസിൽ ഇത് മാർക്കറ്റിന് അത്ര ഗുണകരമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത്തരം അബറേഷൻസ് ഒക്കെ, ഒരു മോശം ബജറ്റ് വല്ലതും വരുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു സെൽ ഓഫ് വന്ന് ഇത്തരം ആളുകൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അത് ആ ഒരു ഫിയർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റിലെ ലോങ് ടൈം സിറ്റുവേഷൻ വളരെ നല്ലതാണ്. ഷോർട്ട് ടേമിൽ നല്ലൊരു ഇൻട്രീം ബജറ്റും അതുപോലെ തന്നെ മറ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചുള്ള നല്ലൊരു ഡിസിഷനും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശരി, താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ്. എന്തായാലും മാർക്കറ്റ് വീണ്ടും തിരികെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ബജറ്റ് വരാനിരിക്കുന്നു. നാളെ നമ്മൾക്ക് അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ പലിശ നയം വരാനിരിക്കുന്നു. ഇതൊക്കെ നാളെയും വരുന്ന ദിവസങ്ങളിലും മാർക്കറ്റിനെ ബാധിച്ചേക്കും. മാർക്കറ്റ് വ്യൂവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ രാവിലെ 9:30 വീണ്ടും കാണാം. നമസ്കാരം. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.